തെക്കേ നട തുറന്നിട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളുന്നത് വരെയുള്ള സമയത്ത് നിങ്ങളെ പിടിച്ചിരുത്തുക എന്നുള്ളത് മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാകുന്നത് എന്നതിനെ സംബന്ധിച്ച് മാത്രം കിട്ടിയ സമയത്തിൽ ഒരു അല്പം സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ഇവിടേക്ക് വരാൻ സാധിച്ചത്, ഈ പന്തളത്തേക്ക് വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി. പന്തളത്തുകാരുടെ വലിയ ഭാഗ്യമാണ് ഞാൻ വന്നതെന്നൊക്കെ സ്വാഗത പ്രാസംഗം പറയുന്നത്. വിനയപൂർവ്വം അദ്ദേഹത്തെ തിരുത്തട്ടെ. പന്തളത്തേക്ക് ഭക്തിപൂർവ്വവും പ്രാർത്ഥനാപൂർവ്വവും മാത്രം വരുന്ന ഒരാളാണ് ഞാൻ. ഓരോ തവണ പന്തളത്തെ മണ്ണിൽ കാലെടുത്ത് വെക്കുമ്പോൾ തൊട്ട് നമസ്കരിക്കുന്ന ആളാണ് ഞാൻ. പന്തളത്തേക്ക് വരാൻ സാധിച്ചതും നിങ്ങളെ കാണാൻ സാധിച്ചതും എന്റെ ഭാഗ്യമാണ്, എന്റെ പുണ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP എന്നത് നമ്മളെ സംബന്ധിച്ചൊരു ചോദ്യമേ അല്ല. BJP അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഒരു പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിന്റെ പരിതസ്ഥിതിയിൽ കേരളത്തിൽ അവശേഷിക്കുന്നില്ല. എന്തുകൊണ്ട് CPM വോട്ട് ചെയ്യരുത് എന്ന് പന്തളത്തിലെ ജനങ്ങളോടെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സാക്ഷാൽ സ്വാമി അയ്യപ്പന് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ് പന്തളം. കേരളത്തിന്റെ രക്ഷാപുരുഷനായിട്ടുള്ള പാണ്ഡ്യേശ വംശതിലകം കേരളീയ കേളി വിഗ്രഹം, കലിയുഗത്തിൽ കേരളത്തിന്റെ രക്ഷകനായിട്ടുള്ള ആ കേളി വിഗ്രഹമായിട്ടുള്ള അയ്യപ്പനെ ദാനം ചെയ്ത നാടാണ് പന്തളമെങ്കിൽ ആ പന്തളത്ത് രാജകുമാരന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റിയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവരെയും അയ്യപ്പനാണ് രക്ഷിക്കുന്നത്. അയ്യപ്പനെ ഇനി ആര് രക്ഷിക്കും എന്ന് മലയാളികളെല്ലാം ഒരുപോലെ ആശങ്കപ്പെട്ടിട്ടുള്ള വേറൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ദ്വാരപാലകന്മാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം ഉണ്ടായിട്ടോ? സാധാരണ ഈ ദ്വാരത്തിനകത്തിരിക്കുന്ന, ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തിയുടെ രക്ഷകനാണ് ദ്വാരപാലകൻ. ആ ദ്വാരപാലകനെ വരെ കവർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാരന്റെ പോക്കറ്റ് അടിക്കുന്നത് പോലത്തെ ഏർപ്പാടാണ്. അപ്പൊ അത്രയും നികൃഷ്ടന്മാരായിട്ടുള്ള ആളുകൾ മനുഷ്യരെ കൊള്ളയടിച്ചു, അവരുടെ വിശ്വാസങ്ങളെ കൊള്ളയടിച്ചു, അവരുടെ സമ്പാദ്യത്തെ കൊള്ളയടിച്ചു, ഒരു സംസ്ഥാനത്തെ കൊള്ളയടിച്ചു. എന്നിട്ടും മതിയാവാണ്ട് അവന്റെ ഈശ്വരന്മാരെ കൊള്ളയടിക്കുന്ന, അവന്റെ ദേവതകളെ കൊള്ളയടിക്കുന്ന ഈ ക്ഷേത്രധ്വംസകരായിട്ടുള്ള അമ്പലക്കള്ളന്മാരെ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കരുത് എന്ന് എങ്ങനെയാണ് മലയാളികളോട് സവിശേഷമായി പറയുന്നത്? ഞാൻ കൗതുകത്തോടുകൂടി ആലോചിക്കരുത്. ഈ വർഷം ഒക്ടോബറിലാണ് ഈ രസതന്ത്രത്തിലുള്ള നോബൽ, കെമിസ്ട്രിയിലെ നോബൽ, ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട പഠനങ്ങളുടെ പേരിൽ 3 ശാസ്ത്രജ്ഞന്മാർ പങ്കിട്ടത്. നമ്മുടെ ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ സെപ്റ്റംബറിൽ നടക്കുകയാണെങ്കിൽ ഇത്തവണത്തെ രസതന്ത്രത്തിലെ നോബൽ കേരളത്തിലേക്ക് വരേണ്ടതായിരുന്നു. കാരണം സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന നാടിതാണ്. പണ്ട് ഈ ആൽക്കമി എന്ന് പറയുന്നത് മറ്റു ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാനുള്ള പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ 1999 തന്നെ വിജയമല്യ കൊടുത്തിട്ടുള്ള ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റുകൾ, സ്വർണം പൂശിയതല്ല, സ്വർണം പതിച്ചത്, സ്വർണം ചെറിയ കനം കുറഞ്ഞ തകിടായി അടിച്ചു പരത്തി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 7 ലെയറായിട്ട് സ്വർണം പതിച്ചിട്ടുള്ള ആ പ്രതിമകളെയെല്ലാം വീണ്ടും ചെമ്പാക്കി മാറ്റിയിട്ടുള്ള മഹേന്ദ്രജാലം നടപ്പാക്കിയിട്ടുള്ള ഈ ആളുകൾ രസതന്ത്രത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നോബൽ സമ്മാനമെങ്കിലും അർഹിച്ചിട്ടുള്ളവരായിരുന്നു. പക്ഷെ കേരളത്തിന് ആ ഭാഗ്യം ഉണ്ടായില്ല, നേരത്തെ തന്നെ അത് കൊടുത്തുപോയി. പക്ഷെ അത്രയും നിർലജ്ജമായിട്ട് നമ്മുടെയൊക്കെ കൺമുന്നിലുള്ള കോടിക്കണക്കിന് ആളുകൾ വർഷാവർഷം വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാവരുടെയും കൺമുന്നിൽ നിൽക്കുന്ന ക്ഷേത്ര സമ്പാദ്യത്തെ കൊള്ളയടിക്കാനും ആ കൊള്ളയെ 6 വർഷത്തോളം മറച്ചു പിടിക്കാനും അതിലുൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബഹുമാന്യരായി ആദരവോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ ഒടുവിൽ യാദൃശ്ചികമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണെങ്കിലും N വാസുവിന്റേതാണെങ്കിലും പത്മകുമാറിന്റേതാണെങ്കിലും ഒക്കെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ പുറത്തേക്ക് വരുന്നതും അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബഹുമാന്യനായ നമ്മുടെ അതിഥി തൃശൂർ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഹർഷാരവത്തോടുകൂടി അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ശ്രീ സുരേഷ് ഗോപി അവർക്ക് അയ്യന്റെ മണ്ണിലേക്ക് സ്വാഗതം.
അപ്പൊ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയും വളരെ കൗതുകത്തോടെയും വളരെ സ്നേഹത്തോടെയും കാത്തിരുന്ന നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദപൂർവ്വം കുറച്ച് സമയം കൂടി അദ്ദേഹം എന്നോട് സംസാരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം കൂടി നിങ്ങൾ എന്നെ കേൾക്കേണ്ടി വരും എന്നൊന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് CPM നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഓപ്ഷനേ അല്ലാത്തത്, പ്രത്യേകിച്ച് പന്തളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമായിട്ടുള്ള, അവരുടെ സമ്പാദ്യമായിട്ടുള്ള, അവരുടെ വികാരമായിട്ടുള്ള സ്വാമി അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നെ കക്കുകയും കൊള്ളയടിക്കുകയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എല്ലാം സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തെ ഒരു കാരണവശാലും തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യല്ല. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്നതോ ഏതെങ്കിലും നിലയിൽ മെച്ചപ്പെട്ടുള്ള ഒരു സംവിധാനമല്ല. കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് വല്ലാതെ സാധിക്കാത്തത്, ഞാൻ മലയ്ക്കുവാൻ വേണ്ടി മാലയിട്ടിട്ടുള്ളതുകൊണ്ടാണ്. എന്റെ വ്രതം മുറിയോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് പറയാൻ. കാരണം കോൺഗ്രസിന്റെ യുവ നേതാവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റോടുകൂടി ഒന്നിനു പുറകെ ഒന്നായി പെൺകുട്ടികളെ വേട്ടയാടിക്കൊണ്ട് അവരെ ഗർഭിണികളാക്കിക്കൊണ്ട് ആ ഗർഭങ്ങളെ ഗർഭചിത്രം ചെയ്യാൻ അവരെ നിർബന്ധിച്ചുകൊണ്ട് ഈ കേസുകളെല്ലാം മൂടി വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അയാൾക്ക് ടിക്കറ്റ് കൊടുത്ത് അയാളെ MLA ആക്കിയതും കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം അയാൾക്ക് നൽകിക്കൊടുത്തതും ഒടുവിൽ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഗതികെട്ടൊരവസ്ഥയിൽ മാത്രം, ഇനി ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ മാത്രം അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചറിയാം. തന്നെയല്ല, കേരളത്തിൽ നടന്ന കഴിഞ്ഞ 3-4 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ പിന്തുണ നിർലജ്ജമായി കൈപ്പറ്റിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPയുടെ ആവട്ടെ, രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്നതൊരു പ്രഖ്യാപിത മുദ്രാവാക്യമായി എടുത്തിട്ടുള്ള മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ വരെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ തയ്യാറാവാത്ത മൗലാന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലും ന്യായീകരിക്കുന്ന നിലവാരത്തിലേക്ക് വന്നിട്ടുള്ള ന്യൂനപക്ഷ വർഗീയ വോട്ട് ബാങ്കിനെ നിർലജ്ജം സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ അല്ല എന്നതും നിങ്ങളോട് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഇത്തവണ എന്തുകൊണ്ട് നമ്മൾ ഇത്തവണ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയിലൂടെ BJPയുടെ വിജയം ഉറപ്പാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അല്പം പറയാനുള്ളത്. നമുക്ക് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, രാഷ്ട്രീയ പരിതസ്ഥിതി മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ BJPയുടെ ചരിത്രത്തിൽ അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന, എല്ലാ കാലത്തെയും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP 20% വോട്ട് എന്നുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 39 ലക്ഷം വോട്ടുകളാണ് താമര ചിഹ്നത്തിൽ കേരളത്തിലെ BJPക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ BJP 1ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. അതിൽ ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിച്ചിട്ടുള്ള തൃശൂർ ലോക്സഭയിൽ 6 നിയമസഭാ സീറ്റുകളിലും, ഗുരുവായൂർ ഒഴികെയുള്ള 6 നിയമസഭാ സീറ്റുകളിലും 1ാം സ്ഥാനത്ത് നേടിക്കൊണ്ടാണ് തൃശൂർ ലോക്സഭ നമ്മൾ ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭയിലുള്ള 3 സീറ്റുകൾ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് എന്നീ 3 സീറ്റുകളിൽ BJP 1ാം സ്ഥാനത്ത് വന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നീ 2 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ കേരളത്തിലാകെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ BJP 1ാം സ്ഥാനത്താണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് നമുക്ക് 2ാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന 25 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ ഭാവിയെയും ഭാഗതയെയും നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരാധ്യനായ കേന്ദ്രമന്ത്രി മുൻ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷാ പറഞ്ഞത്, കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫൈനലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലും അല്ല,
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഫൈനൽ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, ഇതാണ് അന്തിമ മത്സരം. ഈ മത്സരത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്, നിങ്ങൾ എന്ത് ഫലം സൃഷ്ടിക്കുന്നു എന്നതാണ് നാളത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു വലിയ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സെഫോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ പഠിക്കുന്ന, തെരഞ്ഞെടുപ്പിലെ നമ്പേഴ്സും ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ പഠിച്ചുകൊണ്ട് ഇനിയുള്ള ട്രെൻഡുകളെ പ്രവചിക്കുന്ന ഒരു ശാഖയാണ്. ചിലരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രശാന്ത് കിഷോറിനെ പോലെ, യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള സെഫോളജിസ്റ്റുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ പ്രവചനങ്ങളെല്ലാം തെറ്റാറാണെങ്കിലും അവർ ആശ്രയിക്കുന്ന ശാഖ നിലവിലുള്ളത്. ആ സെഫോളജി BJPയെ സംബന്ധിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപ്പൊ സെഫോളജിയിൽ പറയുന്ന ഒരു കാര്യം, BJPയുടെ ഒരു ചരിത്രം, BJPയുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരിക്കലെങ്കിലും BJP 20% ബാരിയർ, 20% കടമ്പ, 20% വോട്ട് ഷെയർ നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഏറെ വൈകിയല്ലാതെ ആ സംസ്ഥാനം BJP പിടിച്ചെടുത്തിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം 2024 നമ്മൾ നേടിക്കഴിഞ്ഞു. 19.72% വോട്ട് നമ്മൾ നേടിക്കഴിഞ്ഞു. അങ്ങനെ നേടിയാൽ പിന്നീട് ആ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല, അതൊരു സോഷ്യൽ ഫോഴ്സ് ആണ്, ഒരു സാമൂഹിക ശക്തിയാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയും സാധ്യമല്ലെന്ന മട്ടിൽ നാളെ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട് ആ പ്രസ്ഥാനം മാറിയെന്നാണ്. അതിൽ നിന്നൊരു കുതിച്ചുചാട്ടമാണ് ഇത്തവണ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 25% വോട്ട്, 25% വോട്ട്, ഇതാണ് അമിത്ഷാ നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ലക്ഷ്യം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടിൽ 25% മാത്രമല്ല, കേരളത്തിൽ ആകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 25%. കേരളത്തിലെ 6 കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനെങ്കിലും BJP ഭരിക്കുന്ന അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികളിലെ 20 മുനിസിപ്പാലിറ്റികൾ BJP ഭരിക്കുന്ന അവസ്ഥ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 971 പഞ്ചായത്തുകളിൽ 250ഓളം ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന അവസ്ഥ നാം സൃഷ്ടിക്കേണ്ടതുണ്ട്. കേരളത്തിലെ 23,000 വാർഡുകളിൽ 6,000-ലേറെ വാർഡുകൾ BJPയുടെ നിയന്ത്രണത്തിലാകുന്ന, BJP ഭരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് തയ്യാറെടുത്തുകൊണ്ടുള്ള ചിട്ടയായ, അച്ചടക്കമുള്ള, കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ആ ലക്ഷ്യം നേടാൻ സാധിച്ചാൽ നമ്മൾ മലയാളി പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ആവേശവും ആത്മവിശ്വാസവും അതിരില്ലാത്തതാവും. BJP ജയിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ BJPയുടെ കുതിപ്പിനെ തടയാൻ നമുക്ക് സാധിക്കുകയില്ല. കേരളത്തിലെ ജനങ്ങൾ BJPക്ക് പലപ്പോഴും വോട്ട് ചെയ്യാൻ പഠിക്കുന്നത് BJP ഒരു നല്ല പാർട്ടി അല്ലെന്ന് വിചാരിച്ചിട്ടോ മറ്റു പാർട്ടികളെല്ലാം വളരെ നല്ല പാർട്ടികളാണെന്ന് ധരിച്ചിട്ടോ അല്ല. ഇവിടെ നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മിത്രത്തെ അല്ല, പ്രധാന ശത്രുവിനെയാണ് ആദ്യം തന്നെ അടയാളപ്പെടുത്തുന്നത്. ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, മിത്രത്തെ ജയിപ്പിക്കുക എന്നുള്ളതല്ല. ആരെങ്കിലും ജയിപ്പിക്കാനല്ല, ആരെങ്കിലും തോൽപ്പിക്കാനാണ് നമ്മൾ എപ്പോഴും വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു തവണ LDF വോട്ട് ചെയ്താൽ 5 കൊല്ലം കഴിയുമ്പോൾ അവരെ അത്രയും വെറുക്കും, അവരെ അത്രയും അടുക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആർക്ക് വോട്ട് ചെയ്താലാണ് അവർ തോൽക്കുക? സ്വാഭാവിക പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യും. അവിടെ മൂന്നാമതൊരാളെ പരീക്ഷിക്കാനുള്ള ലക്ഷ്യം നമുക്കില്ല. കാരണം അങ്ങനെ വന്നാൽ ആന്റി ഇൻക്യുബൻസി വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇവർ തന്നെ ജയിച്ചാലും. അതുകൊണ്ട് ആരാണോ സ്വാഭാവിക പ്രതിപക്ഷം അവർക്ക് വോട്ട് ചെയ്യും. അടുത്ത 5 കൊല്ലം കൊണ്ട് ഇവരെ വെറുക്കും, ഇവരെ മടുക്കും. അടുത്ത തവണ ഇവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇവർ തോൽക്കുക? ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ ശത്രുവിനെ തെരഞ്ഞെടുത്ത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരേ ചതിക്കുഴിയിലേക്ക് വീണ്ടും വീണുകൊണ്ടിരിക്കുന്ന, ഇടത്തെ കാലിലെ വണ്ട് വലത്തെ കാലിലേക്കും ആ വണ്ട് പിന്നെ ഇടത്തെ കാലിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന, വറചട്ടിക്ക് വെരിതീൽക്കും ഇടയിൽ കിടന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്ന, ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് ഒന്നിനെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരു ദുരന്തബാധിത സമൂഹമായി നമ്മൾ മാറിപ്പോകും. അതാണ് നമ്മുടെ അനുഭവം. ഇത്തവണ നമ്മൾ ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം. ആര് വന്നാലാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുക? ആർക്കാണ് രാജ്യത്തെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുള്ളത്? ആർക്കാണ് ഒരു വീക്ഷണമുള്ളത്? ആർക്കാണ് നമ്മളെ വികസനത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്? അവരെ ജയിപ്പിക്കാനുള്ളതാണ്. മറ്റവരെ തോൽപ്പിക്കാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്യാന്ന് പറയുന്ന ശൈലി നമ്മൾ ദയവായിട്ടാണ് അവലംബിക്കരുത്. നമുക്ക് പ്രധാന ശത്രുക്കൾ ഉണ്ടാവാം, പ്രധാനമായിട്ടുള്ള വിരോധം അവരോടെങ്കിലും ആവാം. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്നയാൾക്ക് വോട്ട് ചെയ്യാന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് പോകുമ്പോൾ
നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശത്രുക്കളെ തന്നെ നിരന്തരമായി തെരഞ്ഞെടുക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കാൻ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയുടെ ശക്തി എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് മലയാളി പൊതുസമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാൻ, BJPക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കുമെന്നും, BJP ജയിച്ചാൽ BJP ഭരിക്കുമെന്നും, BJP ഭരിച്ചാൽ BJP കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ധൈര്യം, ആവേശം, ആത്മവിശ്വാസം അത് സൃഷ്ടിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നടത്തുന്ന സംഭാവനയ്ക്ക് വലിയ മാനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ദയവായി ധരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് ഒരേ ഒരു ദേശീയ പാർട്ടി, ദേശീയപക്ഷ വീക്ഷണമുള്ള ഒരേ ഒരു പാർട്ടി, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും കാത്തുരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു പാർട്ടി, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും പൈതൃകത്തോടും തനിമയോടും കൂറുള്ള ഒരേ ഒരു പാർട്ടി, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു പാർട്ടി, ആ പാർട്ടി ഇവിടെ നിലനിൽക്കണോ വേണ്ടയോ, ഈ നാടിന്റെ സംസ്കാരം നിലനിൽക്കണോ വേണ്ടയോ, ഈ നാടിന്റെ മലയാളിത്തം നിലനിൽക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ എത്രയോ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തമാണ്. അത് നാളെ കേരളത്തിൽ മുഴുവൻ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ തിരികൊളുത്തലാണ്. നാളെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന വലിയൊരു വിസ്ഫോടനത്തിന്റെ നാന്ദി കുറിക്കലാണ്. നാളെ കേരളത്തിൽ അലയടിക്കാനിരിക്കുന്ന വലിയൊരു കാവ്യ തരംഗത്തിന്റെ ആദ്യത്തെ തിരമാലയെ സൃഷ്ടിക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയ പ്രവർത്തനം. ആ പ്രവർത്തനം ഇനിയുള്ള 3 ദിവസങ്ങളിൽ അചഞ്ചലമായി, അക്ഷീണമായി, നിരന്തരമായി, ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും സാധ്യമല്ലെന്ന്, ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന്, പരാജയം എന്നത് നമ്മുടെ ചിന്തയിലേ ഇല്ലെന്ന മനോഭാവത്തോടുകൂടി ഓരോ കാര്യകർത്താവും സ്വയം നേതാവായി, സ്വയം പ്രവർത്തകനായി, സ്വയം സ്ഥാനാർത്ഥിയായി ഇത് എന്റെ തന്നെ ജയമോ എന്റെ തന്നെ പരാജയമോ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാനിവിടെ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായി മറ്റെല്ലാ തരത്തിലുള്ള ചിന്താഗതികളും, മറ്റെല്ലാ തരത്തിലുള്ള ഭേദഭാവനകളും, മറ്റെല്ലാ തരത്തിലുള്ള വിഭാഗീയതകളും, മറ്റെല്ലാ തരത്തിലുള്ള വേർതിരിവുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യം, അത് ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള, ഈ മലയാളിത്തത്തെ സംരക്ഷിക്കാനുള്ള, നമ്മുടെ നാടിനെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ഉദ്യമത്തിലാണ് നമ്മളെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രവർത്തിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ കുതിപ്പിനെ, BJPയുടെ അശ്വമേധത്തെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമാവില്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇനിയുള്ള സമയം പൂർണ്ണമായി വിനിയോഗിക്കണമെന്നും നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ജയം ആവർത്തിക്കുക മാത്രമല്ല പരിസര പ്രദേശങ്ങളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഇവിടെ നിന്ന് പ്രസരിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ബഹുമാന്യായ ശ്രീ ശങ്കുട്ടി ദാസന്റെ നല്ല വാക്കുകൾക്ക് പന്ത്രണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിലേക്കായി ബഹുമാന്യനായ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിലേക്കായി കേരളത്തിലെ പാർട്ടിയുടെ മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവും പന്തളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ ശ്രീ P.K. കൃഷ്ണദാസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് B.A. സൂരജ്, നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ താരമായിട്ടുള്ള കേരളത്തിന്റെയും മലയാളികളുടെയും അഭിമാനമായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, അതേപോലെ BDJSന്റെ സമാദരണീയനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ രതീഷ് മുട്ടപ്പള്ളി,
BJPയുടെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവും പത്തനംതിട്ട ജില്ലയിലെ പ്രഭാരിയുമായ മുൻ കോട്ടയം ജില്ലാ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണ മേനോൻ, നമ്മുടെ പ്രിയപ്പെട്ട മുൻ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീമതി സുശീല സന്തോഷ്, അതേപോലെ ചെയർമാൻ ശ്രീമാൻ അച്ഛൻ കുഞ്ഞ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വിനുമോൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യവും ചരിത്രമുറങ്ങുന്ന പന്തളത്തിന്റെ മണ്ണിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടത്തുന്നത്. അതുപോലെ ഇവിടെ പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപി അവർകളാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഇന്നത്തെ പ്രചരണ യോഗത്തിന്റെ ഉദ്ഘാടനവും എല്ലാം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹമാണ് കേരള രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റിയെഴുതിക്കൊണ്ട് വടക്കുംനാഥന്റെ മണ്ണിൽ ചരിത്രത്തിലാദ്യമായി താമര വിജയിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞത് കേരളത്തിൽ BJP 1ാം സ്ഥാനത്തെത്തില്ല, 2ാം സ്ഥാനത്തെത്തില്ല എന്നതായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും തറപറ്റിച്ചുകൊണ്ട് തൃശൂരിന്റെ മണ്ണിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ സുരേഷ് ഗോപി MP ആയത്. ശ്രീമാൻ നരേന്ദ്രമോദിജി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയുമാക്കി. ഇത് കേരളത്തിന്റെ തലവര മാറ്റി എഴുതുകയാണ് ശ്രീ സുരേഷ് ഗോപി അവർ ചെയ്തത്. ഒരുപക്ഷെ നിയോഗിത നിയോഗമായിരിക്കാം. കേരളത്തിലെ ജനങ്ങൾ LDFനെയും UDFനെയും തറപറ്റിച്ചിട്ടാണ് ഈ വിജയം കരസ്ഥമാക്കിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഇല്ല എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഒന്ന് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ ശക്തിക്കും 1 സീറ്റാണ് കേരളത്തിൽ ലഭിച്ചത്. മറ്റൊരു പ്രത്യേകതയുണ്ട്. LDFന്റെ സീറ്റ് ആലത്തൂരിലാണ്. അദ്ദേഹം ജയിച്ചത്, കെ രാധാകൃഷ്ണൻ ജയിച്ചത് 25,000-ൽ താഴെ വോട്ടിലാണെങ്കിൽ BJPയുടെ NDയുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി വിജയിച്ചത് 75,000-ൽ വോട്ടിൽ ഭൂരിപക്ഷത്തിൽ. ഈ പന്തളത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താ? ഇവിടെയാണ് പ്രിയമുള്ളവര് 2020 വടക്കുംനാഥന്റെ മണ്ണിൽ നടന്നതുപോലെ തന്നെ കലിയുഗവരതനായിട്ടുള്ള ഭഗവാൻ അയ്യപ്പന്റെ ജന്മനാട്ടിൽ CPMനെയും അവർ നേതൃത്വം നൽകുന്ന LDFനെയും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFനെയും പരാജയപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച മണ്ണാണ് ഈ ഭഗവാന്റെ മണ്ണ്, അയ്യപ്പന്റെ മണ്ണ്. ഈ മണ്ണിനെ സംബന്ധിച്ച് BJPക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യയും അയോധ്യ ക്ഷേത്രവും എത്രമാത്രം പവിത്രവും പാവനവുമാണോ അതുപോലെ തന്നെയാണ് കലിയുഗവരതനായ അയ്യപ്പന്റെ ജന്മനാടായ പന്തളവും, അതുപോലെ ശബരിമലയും എന്നതിന് സംശയമില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയും അവിടെയുള്ള ക്ഷേത്രവും സംരക്ഷിക്കാൻ ബലിദാനികളെ നൽകേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുപോലെ തന്നെ ഭഗവാന്റെ ശബരിമലയിൽ ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കാൻ ഇതാ ഈ പെരുമ്പാറയിലെ ചന്ദ്രൻ ഉണ്ണിത്താൻ ബലി നൽകിയ ഭൂമി കൂടിയാണ് ഈ പന്തളം ഭൂമി. ഈ മണ്ണിലും നാം
ശബരിമല ക്ഷേത്ര സംരക്ഷണത്തിന്, ആചാര അനുഷ്ഠാന സംരക്ഷണത്തിന് ഭാരതീയ ജനതാ പാർട്ടി കനത്ത വില നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ശബരിമലയിലാണ് പ്രിയമുള്ളവരെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും LDFും UDFും അവരുടെ അടിച്ചുമാറ്റൽ അല്ലെങ്കിൽ തീവട്ടിക്കൊള്ളയ്ക്ക് അവർ കേന്ദ്രമാക്കി മാറ്റിയത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് മാർക്സിസ്റ്റ് ദേവസ്വം മന്ത്രിമാര് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സമയത്ത് പലതും തോന്നിയിട്ടുണ്ട്. അവിടെ ശ്രീകോവിലിനകത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടികളെ ദേവസ്വം മന്ത്രിമാർ കൈകൂപ്പുന്നതിന് പകരം കയ്യും കെട്ടി നോക്കി നിന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നൊക്കെയാണ് പലരും പണ്ട് പ്രചരിപ്പിച്ചത്. പക്ഷെ കയ്യും കെട്ടി ഇവര് നോക്കി നിന്നത് ഭഗവാൻ അയ്യപ്പനെയായിരുന്നില്ല, മറിച്ച് ദ്വാരപാലക ശില്പത്തെയും സ്വർണ്ണപ്പാളിയെയും അതുപോലെ സ്വർണ്ണക്കട്ടിലെയും മാത്രമല്ല അതിനകത്തുള്ള തങ്കത്താൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹവുമായിരുന്നു. ഇതിന് എത്ര കിലോഗ്രാം ഉണ്ട്, ഇതെങ്ങനെ മോഷ്ടിക്കാൻ സാധിക്കും, ഇതാണ് കയ്യും കെട്ടി ഈ ദേവസ്വം മന്ത്രിമാർ CPM നേതാക്കന്മാർ നോക്കിയത്. ഇപ്പോ ഗോവിന്ദൻ മാഷ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവിടെ മോഷണം നടന്നിട്ടുണ്ട്. നടന്നത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് നടത്തിയത്. ഇപ്പൊ സമ്മതിച്ചു, ഞങ്ങൾ നടപടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ള നോക്കൂ, ഭഗവാൻ അയ്യപ്പന് ഇവിടെ ഇവര് പ്രളയത്തിന്റെ പേരിൽ അനുവദിക്കപ്പെട്ട ഫണ്ട് മോഷ്ടിച്ചവരാണ് LDF. കൊറോണ കാലത്ത് അനുവദിക്കപ്പെട്ട ഫണ്ട് അതും ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ സമാനതയില്ലാത്ത തീവട്ടിക്കൊള്ളയാണ്, ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും LDFും അവരുടെ സർക്കാരും വെട്ടിപ്പ് നടത്തിയത്, മോഷ്ടിച്ചത്. അത് മനസ്സിലാക്കാം. കോൺഗ്രസുകാരും പല രാജ്യം ഭരിച്ചപ്പോ ഈ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട്, കേരളം ഭരിച്ചപ്പോഴും തീവട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിന് പുറത്ത് ഭഗവാന്റെ പണ്ടവും പണവും അടിച്ചു മാറ്റുക എന്നുള്ളത് അത് ചരിത്രത്തിൽ കേൾവിയില്ലാത്ത സംഭവമാണ് പ്രിയമുള്ളവരെ. ഇപ്പോ ശബരിമലയിൽ 4.5 കിലോ സ്വർണം അടിച്ചു മാറ്റി എന്നാണ് ഒടുവിലത്തെ കണക്ക്. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 4.5 എത്ര കിലോഗ്രാം ആകും എന്നിപ്പോ പറയാൻ സാധ്യമല്ല. ഭക്തന്മാർ കാണിക്കയായി സമർപ്പിച്ച പണ്ടവും പണവുമാണ് പ്രിയമുള്ളവരെ ഈ LDF സർക്കാർ CPM നേതാക്കന്മാർ ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയത്. ആദ്യം പറഞ്ഞു ഇതൊക്കെ പോറ്റിയുടെ തലയിലിടുകയില്ല, പോറ്റിയുടെ തലയിൽ. പക്ഷെ ഞങ്ങൾ അന്നേ പറഞ്ഞു പോറ്റി വളർത്തിയതാരാ, അവരാണ് യഥാർത്ഥ കുറ്റവാളികൾ. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് നേരത്തെ ആചാര വിശ്വാസ ലംഘനം നടത്താൻ ശബരിമലയിലേക്ക് ചിലരെ അങ്ങോട്ട് കടത്തിവിട്ടല്ലോ. ആചാര ലംഘനം നടത്താൻ, അത് മാത്രമല്ല ശബരിമല ആചാര ലംഘനം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ച നേതാവാണ് പത്മകുമാർ, അതുപോലെ N. വാസു. ഇവരൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. പക്ഷെ ഇവർ ആചാര ലംഘനം നടത്തിയത് അന്ന് CPM പറഞ്ഞത് ഞങ്ങൾ നവോത്ഥാനം നടത്തുകയാണെന്ന്. പക്ഷേ നവോത്ഥാനമായിരുന്നില്ല, അവരുടെ ലക്ഷ്യം മോഷണമായിരുന്നു. ഇന്ന് ജനസമ്മർദ്ദം കൂടി വന്നപ്പോ SITക്ക് കൈയോടെ CPM നേതാക്കളായ വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ഇവരെ പേര് കുറ്റമെന്താ? ഭഗവാൻ അയ്യപ്പന്റെ സ്വർണ്ണമോഷണമാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ആരാധനാലയത്തിന് മോഷണം നടത്തി ഒരു ഭരണകക്ഷിയുടെ നേതാക്കൾ പിടികൂടപ്പെടുക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ? ഇതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? അയാൾ ജയിലിൽ പോയി പ്രതി, വീണ്ടും കേസുകൾ അദ്ദേഹത്തിന് പേര് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി പത്മകുമാറിന്റെ പേരിൽ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന സമിതി അംഗം എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരിക്കുന്നത്?
ആരോപിക്കുന്നു. പത്മകുമാറിനെ CPM നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ പലതും പറയും. ഇപ്പൊ കേസന്വേഷണം തന്ത്രിമാരിലേക്കാണ് പോകുന്നത്. പക്ഷേ തന്ത്രിമാരിലേക്കല്ല അന്വേഷണം പോകേണ്ടത്, മന്ത്രിമാരിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. പത്മകുമാർ സത്യം പറഞ്ഞാൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമാണ് പത്മകുമാർ നടപ്പാക്കിയത്. അതുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കിയാൽ സത്യം പത്മകുമാർ പറയുകയാണെങ്കിൽ CPM-ന്റെ പല നേതാക്കന്മാരും അകത്താകുമെന്നുള്ള ഭയമാണ് സംഘടനാപരമായ നടപടിയെടുക്കാൻ, പത്മകുമാറിന്റെ നടപടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടുത്തുന്നത്. ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഞങ്ങൾ നോക്കുന്നുണ്ടെന്നാണ്. പക്ഷെ ഒരു കാര്യം ഗോവിന്ദൻ മാഷ് മറ്റൊന്നുകൂടി പറഞ്ഞു. എന്താ അറിയോ? ഞങ്ങള് ശബരിമലയില് സ്വർണ്ണമോഷണം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ ഭരിക്കുമ്പോഴല്ലേ ഞങ്ങൾ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. എന്നാൽ കോൺഗ്രസുകാർ ഗുരുവായൂരപ്പന്റെ തിരുവാഭരണം മോഷ്ടിച്ചിട്ടുണ്ട്. കണ്ണൂര് പത്രസമ്മേളനം മീറ്റ് ദ പ്രസിൽ ഞങ്ങൾ ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസുകാര് ഗുരുവായൂരപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച CPM, ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സ്വർണം മോഷ്ടിച്ച കോൺഗ്രസുകാർ രണ്ടും ഞങ്ങൾ പറഞ്ഞു അമ്പലക്കള്ളന്മാരാണ്. ഈ അമ്പലക്കള്ളന്മാരെ പുറത്താക്കുക എന്നത് പന്തളത്ത് ജനങ്ങളുടെ വോട്ടർമാരുടെ കർത്തവ്യവുമാണ്. ഇവരെ നമുക്ക് ഇനിയും അധികാരത്തിലിരുത്താൻ സാധിക്കുമോ? ഇവർ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ, സംസ്ഥാനത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ സ്വത്ത് പോലും ഇവർക്ക് മോഷ്ടിക്കാൻ സാധിക്കുന്നത്, ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കാൻ സാധിക്കുന്നത്. അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഇവർക്ക് അമ്പലത്തിൽ നിന്ന് മാത്രമല്ല ഒരിടത്തു നിന്നും മോഷണം നടത്താൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏക പരിഹാരം. ഇപ്പൊ പന്തളത്ത് ജനങ്ങൾ, ഞങ്ങൾ പല ഭാഗത്തും പ്രചരണത്തിന് പോയപ്പോ പന്തളത്ത് ജനങ്ങൾ പറയുകയാണ് ശബരിമലയില് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുള്ളതാണ്. എല്ലാ അമ്മമാര് പറയുന്നു ശബരിമലയിൽ നടന്ന മോഷണം അത് ഞങ്ങളുടെ വീട്ടിൽ നടന്ന മോഷണമാണ്. പല അമ്മമാരും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ പന്തളത്തിന്റെ മണ്ണിലാണ് ആചാരം ലംഘിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോ നമ്മൾ അമ്മമാർ ഞങ്ങൾ റെഡി ടു വെയിറ്റ്, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് ഉയർത്തിക്കൊണ്ട് നാമസങ്കീർത്തന യാത്ര നടത്തിയ മണ്ണാണ് ഈ പന്തളത്തിന്റെ മണ്ണ്. ആ പന്തളത്ത് യാത്രയായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തിരികൊളുത്തിയത്. ഈ സമയത്ത് ഞങ്ങൾ പല വീടുകളിലും പോയപ്പോൾ മാർക്സിസ്റ്റ് അമ്മമാർ, കോൺഗ്രസിന്റെ അമ്മമാർ പറയുന്നു ഈ ശബരിമലയിൽ CPM മാത്രമല്ല കോൺഗ്രസ് നടത്തിയിട്ടുള്ള മോഷണം ഞങ്ങളെ വീട്ടിൽ നടത്തിയ മോഷണമാണ്. ഭക്തന്മാർ കാണിക്കയായി സമർപ്പിച്ച പണ്ടവും പണവുമാണ് ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാർ മോഷ്ടിച്ചത്. അത് ഞങ്ങളുടെ പണമാണ്, വിശ്വാസികളുടെ പണമാണ്, ഭക്തജനങ്ങളുടെ പണമാണ്. ഇത് ഞങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതിനുള്ള പകരം ചോദിക്കാനുള്ള അവസരമാണ് ഈ 9-ാം തീയതി നമുക്ക് കൈവന്നിരിക്കുന്നത്. ഞങ്ങളോട് മറ്റൊന്നു കൂടി പറഞ്ഞു, നരേന്ദ്രമോദിക്ക് ഈ ശബരിമല ഒന്ന് ഏറ്റെടുത്തുകൂടെ എന്ന് എല്ലാ ഭക്തന്മാരും പറയുകയാണ്. ഞങ്ങൾക്ക് ശബരിമലയിൽ നിന്ന് ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ല. അതേപോലെ തന്നെ ശബരിമലയിൽ ഒരു കാര്യം ഉറപ്പായി, ഈ മോഷണത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ പ്രിയമുള്ളവരെ CPM നേതാക്കന്മാർ മാത്രമല്ല കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് നടക്കുക തന്നെ ചെയ്യും. കാരണം 25 കൊല്ലമായി ഓഡിറ്റ് നടക്കാത്ത ശബരിമലയിൽ ഒരു രേഖയും കാണിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനും വിശ്വാസമില്ല, CPM-നും വിശ്വാസമില്ല. ഇവർ അമ്പലക്കള്ളന്മാരാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിക്ക് ഈ ക്ഷേത്രം ഏറ്റെടുത്തുകൂടാത്തത്?
കാരണം നരേന്ദ്രമോദിയുടെ 11 വർഷക്കാലത്തെ ഭരണത്തിന്റെ പ്രത്യേകത എന്താ? അത് വിശ്വാസത്തിനധിഷ്ഠിതമാണ്, വികസനത്തിനധിഷ്ഠിതമാണ്, ജനക്ഷേമത്തിനധിഷ്ഠിതമാണ്. മാത്രമല്ല 11 വർഷക്കാലത്തിനിടയിൽ ജനങ്ങളുടെ നികുതിപ്പണം 5 നയാ പൈസ മോഷ്ടിക്കാത്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അവിടെയാണ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ആ മന്ത്രിസഭയിലെ അംഗമാണ്. 916. അതുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് കേന്ദ്ര ഗവൺമെന്റിന് ശബരിമല ഏറ്റെടുത്തുകൂടാ? എന്തുകൊണ്ട് ഭഗവാൻ ശബരിമലയെ സംരക്ഷിച്ചുകൂടാ? പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് അത് റഫറണ്ടമായി കരുതണം. ആരാണ് ശബരിമല ഭരിക്കേണ്ടത്? അത് ഈ അമ്പലക്കള്ളന്മാരായിട്ടുള്ള CPM കോൺഗ്രസ് ആണോ, അല്ലെങ്കിൽ ഒരു നയാ പൈസയുടെ അഴിമ നടക്കാത്ത നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആണോ റഫറണ്ടമായത്? ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ നാട്ടിലെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തജനങ്ങൾ, ശരണമന്ത്രം ഉരുവിടുന്ന എല്ലാ ഭക്തജനങ്ങളും ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി, NDAക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി താമര ചിഹ്നത്തിൽ ഈ 12 വോട്ട് ചെയ്യാൻ തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ്. ഞാൻ നീട്ടുന്നില്ല. ശ്രീ സുരേഷ് ചേട്ടൻ നമ്മളോട് സംസാരിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ഈ 12 ജനങ്ങളുടെ കടമയേതാണ്. വിശ്വാസം നമുക്ക് സംരക്ഷിക്കപ്പെടണം, വികസനവും സംരക്ഷിക്കപ്പെടണം. കഴിഞ്ഞ 5 വർഷക്കാലത്ത് NDAയുടെ ഭരണം, മുനിസിപ്പാലിറ്റിയുടെ ഭരണം, അത് നേരത്തെ നമ്മുടെ പന്തളം പ്രതാപൻജി സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ പന്തളത്തിന്റെ പഴയ പ്രതാപവും പുതിയ പ്രഭാവവും കോർത്തിണക്കിക്കൊണ്ട് ലോക ഭൂപടത്തിൽ ഈ പന്തളത്തെ അടയാളപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി NDA തയ്യാറാകും എന്ന കാര്യം സംശയമില്ല. ഒരു മാതൃകാ മുനിസിപ്പാലിറ്റിയായി പന്തളത്തെ നിങ്ങൾ മാറ്റും. ഒരു അധികാര തുടർച്ച നിങ്ങൾ അവസരം നൽകണം. മാത്രമല്ല, ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദം പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതി, ഇത് രണ്ടും ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അവസരം ലഭിച്ചാൽ, അധികാര തുടർച്ച ലഭിച്ചാൽ നടപ്പാക്കും. അമൃത് പദ്ധതി എന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്ന് 42 കോടി രൂപ ശ്രീമതി സുശീല സന്തോഷ് ചെയർപേഴ്സണായ സമയത്ത് ഇവിടെ അനുവദിച്ചിരുന്നു, നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇനിയും അതിന്റെ എത്രയോ മടങ്ങ് കൂടുതൽ തുക ഈ അമൃത് പദ്ധതിയുടെ പേരിൽ ഞങ്ങൾ ഇവിടെ നടപ്പാക്കും. ഒരു അധികാര തുടർച്ചയ്ക്ക് അവസരം നൽകിയ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം നശിപ്പിച്ചുകൊണ്ട് ഇതൊരു സ്പിരിച്വൽ ടൂറിസത്തിന്റെ, ആധ്യാത്മിക ടൂറിസത്തിന്റെ ഹബ്ബാക്കി ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയെ, പന്തളം മുനിസിപ്പാലിറ്റിയെ മാറ്റിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകോത്തര നിലവാരത്തിലേക്ക് ഈ ഭഗവാൻ അയ്യപ്പന്റെ ജന്മനാട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ഉം കോൺഗ്രസും അധികാര തുടർച്ച എന്ന് പറയുന്നത്, അത് ഈ തുടർഭരണം എന്ന് പറയുന്നത് അത് ദുർഭരണമാണ്. എന്നാൽ BJP NDAയുടെ തുടർഭരണം സൽഭരണമാണ് എന്ന് 11 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വികസനത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇതാ ഈ മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ 34ഓളം NDA സ്ഥാനാർത്ഥികൾക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ അതിഥി, നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ ആദരിക്കുന്നതിനേക്കായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ VS സൂര്യ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.